മച്ചാമാരെ നൊമാഡിക് ട്രാവലറുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് കശ്മീരിൽ എത്തിയതിനു ശേഷം കശ്മീരിൽ ഉണ്ടാവുന്ന ഹിഡൻ ചാർജസിനെ പറ്റിയിട്ടാണ്. ഒരുപാട് പേര് അതിനെപ്പറ്റി ബോധേടല്ല. ഒരുപാട് പേര് കശ്മീരിലേക്ക് ഒരുപാട് പരസ്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. 3000 രൂപക്ക് കശ്മീർ വന്നിട്ട് പോകാം, 5000 രൂപക്ക് കശ്മീർ വന്നിട്ട് പോകാം. ആ ഒരു ഇൻഫർമേഷൻ ഒക്കെ വെച്ചിട്ട് കശ്മീർ എത്തിയതിനു ശേഷം ഇങ്ങനെയുള്ള ഓരോ എക്സ്പെൻസ് കിട്ടുമ്പോൾ, ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള ആക്ടിവിറ്റീസും അതിന് ഹിഡൻ ചാർജസും എക്സ്പെൻസും കിട്ടിയതിനു ശേഷം അവർ പറയും ഫുള്ള് തട്ടിപ്പാന്ന്, ഫുൾ ഉടായ്പാന്ന്, കശ്മീരികൾ ഫുൾ ഉടായ്പാന്ന്. നിങ്ങൾ പോയിട്ട് ഏതെങ്കിലും ടൂർ കോർഡിനേറ്ററിന്റെ ഇതിലാ പോയിട്ടുണ്ടെങ്കിൽ അവർ ടൂർ കോർഡിനേറ്റർ ഫുള്ള് തട്ടിപ്പാന്ന്, ഈ ഒരു ചാർജസ് ഒന്നും നമുക്ക് അറിയില്ല, നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനും നമ്മുടെ കയ്യിലുണ്ടായ ക്യാഷ് ഫുള്ള് കംപ്ലീറ്റ് തീർന്നു പോയി, ഇനി നാട്ടിലേക്ക് പോകാൻ പൈസയില്ല, നാട്ടിൽ നിന്ന് വേറെ കടം വാങ്ങേണ്ട അവസ്ഥ, നമ്മൾ പ്ലാനിങ് ഫുള്ള് കൊളാവുക. അങ്ങനത്തെ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ട് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ മസ്റ്റ് ആയിട്ട് കാണണം. കാരണം കശ്മീർ വരുന്ന ഹിഡൻ ചാർജസും തട്ടിപ്പും വെട്ടിപ്പും അങ്ങനെയൊന്നുമല്ല. ഹിഡൻ ചാർജസ് അത് കുറെ ആൾക്കാർ മാനിപ്പുലേറ്റ് ചെയ്തിട്ട്, യൂട്യൂബേഴ്സ് ഒക്കെ കുറെ ആൾക്കാർ വന്നിട്ട് ഇന്നതാണ് ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞ് മാനിപ്പുലേറ്റ് അവരുടെ വ്യൂസും കാര്യങ്ങളൊക്കെ കൂട്ടാൻ വേണ്ടി കുറെ മാനിപ്പുലേഷൻ ആണ്. അതൊക്കെ കേട്ടിട്ട് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇവിടുന്ന് കശ്മീർ ശരിക്കും ആസ്വദിക്കാൻ പറ്റിയെന്ന് വരില്ല. ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ കാശ്മീരിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എന്തൊക്കെ കാണാനുണ്ട്, അവിടെയൊക്കെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ട്, അതിന് എത്രയൊക്കെ ചെലവാകും എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. അപ്പൊ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഓരോ പേരും വളരെ ആഗ്രഹിച്ച് കൊതിച്ചു കൊണ്ടായിരിക്കും കശ്മീരിൽ 10 രൂപയും 100 രൂപ ഒക്കെ കൂട്ടി വെച്ചിട്ട് സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കും. അല്ലാത്തവർ കശ്മീർ ശരിക്കും ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം, എന്തൊക്കെയാണെന്ന് അറിയണം എന്നുള്ള കാര്യത്തിൽ വരുന്നുണ്ടാവും. പക്ഷെങ്കിൽ ഇവിടെ എത്തിയതിനു ശേഷം കംപ്ലീറ്റ് പ്ലാനൊക്കെ പൊട്ടിപ്പോ. അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിക്കുകയുണ്ടായി. ഒരുപാട് പാക്കേജും കശ്മീരിൽ വരുന്നതിന് മുൻപേ അന്വേഷിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇതൊക്കെ. ഇത് അറിയുകയാണെങ്കിൽ, മുൻകൂട്ടി അറിയുകയാണെങ്കിൽ നിങ്ങളുടെ കശ്മീർ യാത്ര മനോഹരമായിരിക്കും, അൺഫോർഗറ്റബിൾ ആയിരിക്കും. ആ ഒരു യാത്ര നിങ്ങൾക്ക് നല്ല രീതിയിൽ കശ്മീർ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അതിനായിട്ട് ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക, ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരികയാണ്. ഈ ഒരു വീഡിയോ കാണുന്നതിലേക്ക് കൂടി നിങ്ങൾക്ക് യാതൊരു ഡൗട്ടും ഇല്ലാണ്ട് നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ എത്ര ക്യാഷ് നമ്മൾ കയ്യിൽ കരുതണം എന്ന ഐഡിയോട് കൂടി കശ്മീർ വന്ന് അടിപൊളിയായിട്ട് ഒരു ടെൻഷനും ഇല്ലാണ്ട് ആരോട് പരാതി ഇല്ലാണ്ട് നിങ്ങൾക്ക് കശ്മീർ കണ്ടു പോകാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ കൂടുതൽ ഉറപ്പിക്കാണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ രണ്ട് രീതിയിലാണ് ആൾക്കാർ കശ്മീർ കറങ്ങാൻ പ്ലാൻ ചെയ്യുന്നത്. ഒന്ന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്, ഒന്ന് നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് വരുന്നവർക്ക്. രണ്ടുപേർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് ഇത്. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മളിവിടെ 4 വർഷം കശ്മീരിൽ താമസിച്ചു കൊണ്ട് തന്നെ വരുന്നവർക്ക് വേണ്ട ട്രാൻസ്പോർട്ടേഷൻ, സ്റ്റേ, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ, ഗൈഡൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇൻഫർമേഷൻ ആയിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഈ ഒരു വീഡിയോയുടെ അവസാനമായിട്ട് ഒരു കശ്മീർ യാത്ര അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്യാനും എങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കറങ്ങാന്നുള്ള ഗോൾഡൻ ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയുടെ അവസാനം പറഞ്ഞു തരുന്നതാണ്. പിന്നെ വേറൊന്ന് പറയാനുള്ളത്, കശ്മീർ രണ്ട് രീതിയിലാണ് ആൾക്കാർ എക്സ്പ്ലോർ ചെയ്യുന്നത്. ഒന്ന് നല്ല അടിപൊളി പാക്കേജും കാര്യങ്ങളും എടുത്തിട്ടും, ഒന്ന് സെൽഫായിട്ട് കറങ്ങാം, റൂമും കാര്യങ്ങളൊക്കെ എടുത്ത് സെപ്പറേറ്റ് വണ്ടിയൊക്കെ റെന്റിനൊക്കെ എടുത്തിട്ട് കറങ്ങാന്നുള്ള പ്ലാനിങ്ങിലും വരുന്നുണ്ടെങ്കിലും അവർക്കും ഈ ഒരു വീഡിയോ എന്തായാലും പ്രയോജനപ്പെടുന്നതാണ്. അപ്പൊ എന്തായാലും നമുക്ക് കൂടുതൽ വെറുപ്പിക്കാണ്ട് നമുക്ക് വീഡിയോയിൽ കിടക്കാം. ആദ്യം നമ്മൾ പോകുന്നത് ശ്രീനഗറാണ്. ശ്രീനഗറിൽ ഏതൊക്കെ സ്ഥലങ്ങൾ കാണാന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് വേറെയും ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഡീറ്റെയിൽസ് വേണമെന്നുള്ളവർ ആ ഒരു വീഡിയോ കാണാം. ഇത് ഓരോ സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനും അതിനുള്ള ചാർജും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരുന്നത്. ആദ്യം നമ്മൾ ഹസ്രത് ബാൽ മസ്ജിദിലാണ് പോകുന്നത്. ഹസ്രത് ബാൽ മസ്ജിദിൽ എത്തിക്കാൻ അതിന്റെ പുറകെ നല്ല അടിപൊളി ഐലൻഡ് ഉണ്ട്, ചാർ ചിനാർ എന്ന് പറയുന്നത്. അവിടെ കൂടുതൽ ആൾക്കാർ പോക്കില്ല. പക്ഷെങ്കിൽ ആ ഒരു ബോട്ടിങ്ങിന് 100 രൂപ പെർ ഹെഡ് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഐലൻഡ് നമുക്ക് എക്സ്പ്ലോർ ചെയ്തിട്ട് തിരിച്ചു വരാൻ പറ്റുന്നതായിരിക്കും. എക്സ്പീരിയൻസ് അടിപൊളിയാണ്. പിന്നെ രണ്ടാമത് വരുന്നതാണ് ചശ്മേ ഷാഹി. ചശ്മേ ഷാഹിയിൽ മുഗൾ ഗാർഡൻസ് പോലെ തന്നെ നല്ല അടിപൊളി ഗാർഡൻ ആണ്. ചശ്മേ ഷാഹി എത്തിയിട്ട് കശ്മീരിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത വേറൊരു സ്ഥലമാണ് പരീമഹൽ. ചശ്മേ ഷാഹിന്ന് പരീമഹലിലേക്ക് ചെറിയ റോഡാണ്. അവിടുന്ന് ടൂറിസ്റ്റ് വണ്ടി കാര്യങ്ങളൊന്നും തന്നെ കടത്തിയിടൂല. അവിടെ പോകാനായിട്ട് ഓട്ടോ കാര്യങ്ങൾ ഉണ്ടാവും. ഈ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഓട്ടോ ഉണ്ടാവും. ഓട്ടോയിൽ വേണം നമ്മൾ പരീമഹലിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ പെർ ഹെഡ് 100, അതുപോലെ തന്നെ 50 അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് അവിടുത്തെ ചാർജ് ഈടാക്കുന്നതാണ്. അത് സീസൺ അനുസരിച്ചിട്ട് 10-20 രൂപ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടാവും. പിന്നെ രണ്ടാമത്തേത് ഗാർഡൻസ് കഴിഞ്ഞ് ശിക്കാര റൈഡ് ഡാലിലേക്ക്. കശ്മീരിന്റെ ഹൃദയഭാഗത്തുള്ള ശിക്കാര റൈഡ് 500 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 800, 1000, 2000 വരുന്നുണ്ട്.
അതായത് ഈ ശിക്കാര റൈഡിന്റെ ശരിക്കുള്ള ചാർജ് എന്ന് പറയുന്നത് ഓരോ വ്യൂ പോയിന്റിൽ കൊണ്ടുപോകുന്നതും എത്ര ടൈം എടുക്കുന്നുണ്ട്, എത്ര പോയിന്റ് കവർ ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ചിട്ടായിരിക്കും ചാർജും കാര്യങ്ങളൊക്കെ. അത് കറക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ചോദിച്ചു മനസ്സിലാക്കിയിട്ട് മാത്രം ബാർഗെയിൻ ചെയ്ത് ചെയ്യുക ശിക്കാര റൈഡ്. അടുത്തതായിട്ട് രണ്ടാമത്തെ ദിവസം നമ്മൾ പോകുന്നതാണ് ഗുൽമർഗ്. ഗുൽമർഗിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. വിന്ററിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഒരുപാട് നമുക്ക് സ്നോ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ, അതായത് പോണി റൈഡ് ഉണ്ട്, സ്കീയിങ് ഉണ്ട്, സ്കേറ്റിംഗ് ഉണ്ട്, സ്ലെഡ്ജിങ് ഉണ്ട്, സ്നോ ബൈക്ക് ഉണ്ട്, ATV റൈഡ് ഒക്കെ ഉള്ള ഒരു അടിപൊളി വണ്ടർ വിന്റർലാൻഡ് ആണ് നമ്മുടെ ഗുൽമർഗ്. അങ്ങനെ രണ്ടാമത് വരുന്നതാണ് ഗുൽമർഗ്. ഗുൽമർഗിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഗുൽമർഗിലേക്ക് നിങ്ങൾ വിന്റർ സമയത്താണ് വരുന്നതെങ്കിൽ ഗുൽമർഗ് എന്ന് പറയുന്ന സ്ഥലത്ത് ടാൻമാർഗ് വരെയാണ് എല്ലാ ടൂറിസ്റ്റ് വണ്ടികളും കാര്യങ്ങളും വരിക. അവിടുന്ന് മുകളിലേക്ക് അവിടെയുള്ള ചെയിനിട്ട യൂണിയൻ ക്യാബ് മാത്രമേ കടത്തി വിടുകയുള്ളൂ. അതിപ്പോ ആ ഒരു സമയത്ത് അവിടെ പോലീസ് നിന്നിട്ടുണ്ടാവും. പോലീസ് ശ്രീനഗറിൽ നിന്ന് വരുന്നതോ ഏത് ടൂറിസ്റ്റ് വണ്ടിയാണെങ്കിലും ഏത് ഓൺ വെഹിക്കിൾ ആണെങ്കിലും പോലും അവിടുന്ന് മുകളിലേക്ക് ചെയിനിട്ട വണ്ടികൾ മാത്രമേ കടത്തി വിടുകയുള്ളൂ. അത് മൈൻഡിൽ ഉണ്ടാവുക. അങ്ങനെ ഒരു ചെയിനിട്ട വണ്ടി പിടിക്കുകയാണെങ്കിൽ അവിടുത്തെ യൂണിയൻ റേറ്റ് എന്ന് പറയുന്നത് 2500 മാത്രമാണ്. അത് വെറും ഗുൽമർഗിലേക്ക് പോയി അവിടുത്തെ ടാക്സി സ്റ്റാൻഡിൽ നിർത്തി ഞങ്ങളെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്ത് റിട്ടേൺ കൊണ്ടുവരാനാണ് ആ ഒരു വണ്ടിക്ക് ആ ഒരു ചാർജ് എന്ന് പറയുന്നത്. അതിന് ഡിമാൻഡിനനുസരിച്ചിട്ട് ഇതിൽ 500 രൂപ കുറയാനോ കൂടാനോ സാധ്യതയുണ്ട്. അതായത് അവിടുത്തെ വെഹിക്കിൾ റിക്വയർമെന്റിനനുസരിച്ചിട്ടൊക്കെ മാറുന്നതാണ്, ഡിമാൻഡിനനുസരിച്ചിട്ട്. നോർമൽ റേറ്റ് ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ ഒരു ചാർജ് തന്നെ ചില സമയത്ത് നിങ്ങൾക്ക് വേറെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. ഡ്രങ് വാട്ടർഫാള്, ബുദ്ധ പത്രി, സ്ട്രോബെറി വാലി, മഹാരാജ പാലസ്, ഗോൾഫ് ക്ലബ്ബ്, ചിൽഡ്രൻസ് പാർക്ക്, ഈ ഒരു സ്ഥലങ്ങൾ ഇൻക്ലൂഡ് ആക്കിക്കൊണ്ടാണ് താഴെയുള്ള ടാൻമാർഗ് നിന്നും നിങ്ങൾ ഈ ഒരു വണ്ടി പിടിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു വണ്ടിയുടെ റേറ്റ് മാറും. അതായത് 5000 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക. 6000, 7000 വരെ ഈ ഒരു സ്ഥലങ്ങൾ ഇൻക്ലൂഡ് ആക്കിയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു വണ്ടിക്ക് ചാർജ് ചെയ്യേണ്ടി വരും. ഒരു വണ്ടിയിൽ 7, 8, 9% വരെ പോകുന്നുണ്ട്. അതായത് ഇപ്പോൾ ടവേരയിലാണെങ്കിൽ കൂടിയത് 7 ആളെ 8 ആളെയാണ് എടുക്കുക. എന്നാൽ അതുപോലെ തന്നെ സുമയാണെങ്കിൽ 9 ആളെ 10 ആളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ മൈൻഡിൽ വെക്കുക. വിന്ററിൽ ടാൻമാർഗ് വരെ നിങ്ങൾ പാക്കേജ് എടുത്തിട്ടാണെങ്കിലും പാക്കേജ് എടുക്കാണ്ടാണ് പോകുന്നുണ്ടെങ്കിലും വിന്ററിൽ ടാൻമാർഗ് വരെയാണ് നിങ്ങളുടെ വണ്ടി കടത്തി വിടുക. അതുപോലെ തന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്, നിങ്ങൾ കേബിൾ കാർ ഗുൽമർഗ് പോകുന്നുണ്ടെങ്കിൽ കേബിൾ കാർ മസ്റ്റ് ആയിട്ട് വരുന്നതിന് 1 മാസം 2 മാസം മുമ്പ് തന്നെ നിങ്ങൾ കേബിൾ കാർ ബുക്ക് ചെയ്തിരിക്കണം. അവിടുത്തെ മെയിൻ ആക്ടിവിറ്റി ആണ്. അതായത് ഒരു മലയുടെ മുകളിലേക്ക് കേബിൾ കാർ ഉപയോഗിച്ച് കയറിപ്പോ. അതിന്റെ ഫസ്റ്റ് ഫേസിന് പറയുന്ന പേരാണ് കൊണ്ടോരി, രണ്ടാമത്തെ ഫേസിന് അപ്പർ ബർഗ്. ഫസ്റ്റ് ഫേസിന് 810 രൂപയും സെക്കൻഡ് ഫേസിന് 1010 രൂപയാണ്. ഇനി നിങ്ങൾ ഫസ്റ്റ് ഫേസ് മാത്രം പോയാൽ മതി എന്നുണ്ടെങ്കിൽ വിന്ററിൽ ഫസ്റ്റ് ഫേസ് മാത്രം മതിയാവും. അവിടെ തന്നെ ഒരുപാട് മഞ്ഞും കാര്യങ്ങളും ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ 810 രൂപയുടെ ടിക്കറ്റ് എടുത്താൽ മതി. ഇനി സമ്മറിലാണ് പോകുന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞും കാര്യങ്ങളൊക്കെ നല്ല വ്യൂ ഒക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഫേസിലേക്ക് പോകണം. രണ്ടാമത്തെ ഫേസിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഫേസും ബുക്ക് ചെയ്യണം, സെക്കൻഡ് ഫേസും ബുക്ക് ചെയ്യണം. അപ്പൊ 1820 രൂപയാണ് വരുന്നത്. അത് ബുക്ക് ചെയ്യാനുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ വരുന്നതാണ് അവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടാവും. വിന്ററിൽ പോകുന്നുണ്ടെങ്കിൽ ATV റൈഡ്, സ്നോ ബൈക്ക് ഉണ്ടാവും, സ്കീയിങ് ഉണ്ടാവും, സ്കേറ്റിംഗ് ഉണ്ടാവും, സ്ലെഡ്ജിങ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും അതിൻ്റെതായ റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സ്കേറ്റിംഗ് ചെയ്യുന്നതെങ്കിൽ ആ ബോർഡ് മാത്രം നിങ്ങൾക്ക് മതി എന്നുണ്ടെങ്കിൽ ആ ബോർഡിന് വേറെ റേറ്റ്. എന്നാൽ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരണം, ഗൈഡൻസും കൂടി വേണമെന്നുണ്ടെങ്കിൽ അതിന് വേറൊരു റേറ്റ്. ഇനി ഇത്ര സമയത്തേക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിന് വേറൊരു റേറ്റ്. ഡിപ്പെൻഡ് ടൈമിനും എക്യുപ്മെന്റ്സിനും ഗൈഡൻസിനും വെച്ചായിരിക്കും റേറ്റും കാര്യങ്ങളൊക്കെ പറയാം. അത് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് ഏജന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഏജന്റുകൾ വന്നിട്ട് നിങ്ങളോട് ചോദിക്കും സ്കേറ്റിംഗ് ചെയ്യണോ, സ്കീയിങ് ചെയ്യണോ, സ്ലെഡ്ജിങ് ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ചോദിക്കും. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഏജന്റുമായിട്ട് സംസാരിക്കുക. അവർ നിങ്ങൾ അവിടെ കൂട്ടിക്കൊണ്ടുപോയിട്ട് നിങ്ങളെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ മതി, ഇത്രയും ബഡ്ജറ്റ് ഉള്ളൂ, അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യിപ്പിച്ച് തരുന്നതായിരിക്കും. ബഡ്ജറ്റ് സ്റ്റാർട്ടിങ് ഏറ്റവും കുറഞ്ഞതൊക്കെ 700, 500 ചെയ്യുന്നുണ്ട്. പക്ഷേ പൈസ കൊടുക്കുന്നതിനനുസരിച്ചിട്ട് അവർ കാര്യങ്ങളൊക്കെ കുറച്ചിട്ട് മാത്രമേ ചെയ്തുതരും. നല്ല വൃത്തിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1500, 2500, 3000 വരുന്നുണ്ട്. അത് നല്ല അടിപൊളിയായിട്ട് ഓർ ഫുള്ള് കറക്കി കാണിച്ചെന്ന് നിങ്ങൾക്ക് തൃപ്തി വരും. ആ ഒരു റേറ്റിന് ചെയ്യുകയാണെങ്കിൽ നല്ല തൃപ്തിയിൽ നിങ്ങൾക്ക് ഈ ഒരു പറഞ്ഞ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ ഗുൽമർഗിൽ വരുന്ന ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ. ഇനി ഗുൽമർഗ് കേബിൾ കാറിനെ പറ്റിയിട്ടാണ് പറയാനുള്ളത്. അതായത് നോർമലി ഇപ്പൊ വിന്ററിലുള്ള കാര്യം പറഞ്ഞ് മുകളിൽ ടാക്സി സ്റ്റാൻഡിൽ എത്തിക്കുന്ന ടാക്സി സ്റ്റാൻഡിൽ നിന്നും 1 കിലോമീറ്ററിനുള്ളിലാണ് നമ്മുടെ ഗുൽമർഗിന്റെ ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ നിങ്ങൾ ബാച്ചിലേഴ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ടാക്സി സ്റ്റാൻഡിൽ ഇറങ്ങിയതിന് ശേഷം ലെഫ്റ്റിൽ നടന്നു പോവുക. അഥവാ ലൊക്കേഷൻ കിട്ടുന്നില്ലെങ്കിൽ കേബിൾ കാർ കൊണ്ടുപോലാന്ന്
മാപ്പിൽ അടിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷൻ കാണിച്ചു തരും. നടക്കാൻ പറ്റുന്നവരാണെങ്കിൽ നടന്നിട്ട് പോവാം, നടക്കാൻ പറ്റാത്തവരാണെങ്കിൽ അവിടെ വേറെയും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതായത് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള വണ്ടിയും കാര്യങ്ങളുണ്ട്. അതിന്റെ ഉള്ളോട്ടേക്ക് ടൂറിസ്റ്റ് ടാക്സി ഒന്നും തന്നെ കടത്തിവിടൂല. അതായത് കേബിൾ കാറിന്റെ മുമ്പിൽ വരെ കടത്തിവിടൂല. കാരണം ചെറിയ റോഡാണ്, ഒരുപാട് വണ്ടി കടത്തിവിട്ട് കഴിഞ്ഞാൽ ഫുള്ള് ബ്ലോക്കും കാര്യങ്ങളായിട്ട് പിന്നെ ആ ഒരു സ്ഥലത്തേക്ക് ഒരാൾക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയായി പോകും. അതുകൊണ്ട് അവിടെ ഗവൺമെന്റ് റൂൾ പ്രകാരം അങ്ങോട്ടേക്ക് പോകാനൊക്കെ ആയിട്ട് വേറെ വേറെ യൂണിയൻ ക്യാബ് അവിടെ നിർത്തിയിട്ടുണ്ടാവും. അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ഓരോ ക്യാബിന് ഒരു ഫുൾ ക്യാബ് എടുക്കുകയാണെങ്കിൽ 500 to 1000 ആണ് വരുന്നത്. ഇനി പെർ ഹെഡ് ആയിട്ട് കയറുന്നെങ്കിൽ അങ്ങനെയും വണ്ടികൾ ഉണ്ടാവും. അതും നമുക്ക് അവിടെ നിന്ന് നോക്കിയിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ എല്ലാം നിങ്ങൾക്ക് കുറച്ച് തരുന്നതാണ്. അങ്ങനെ പിടിവാശിക്കാരൊന്നുമില്ല. ആദ്യം ടൂറിസ്റ്റ് എന്തായാലും സംസാരിച്ച് കുറക്കുന്ന അറിയുന്നതുണ്ട്. ആദ്യം കുറച്ച് കൂടുതലായിരിക്കും പറയാം. നിങ്ങൾ സംസാരിച്ചിട്ട് വേണം കുറക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയും ചെയ്യാം. സമ്മറിലൊക്കെ വരുന്നതാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ ഇതുപോലുള്ള വണ്ടികൾ മാത്രമല്ല കുതിരയും ഉണ്ടാവും. അതിന് കേബിൾ കാർ ടിക്കറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ആ ഒരു ഹോഴ്സ് റൈഡിൽ തന്നെ ഗുൽമാർഗ് കുറച്ച് ചുറ്റിച്ചിട്ട് നിങ്ങളെ നേരെ കേബിൾ കാറിന്റെ ഫസ്റ്റ് ഫേസ് വരെയൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അത് നിങ്ങളെ മൈൻഡിൽ വെക്കുക. കുതിരയാണെങ്കിൽ 1000-1500 ഒക്കെ പോകുന്നുണ്ട്. അതിലും ചെറിയ റേറ്റിലൊക്കെ ആൾക്കാർ കുതിര എടുക്കുന്നുണ്ട്. അത് സംസാരിച്ചിട്ട് ഒരാളെ സംസാരത്തിന്റെ കഴിവ് പോലെ ആയിരിക്കും, സംസാരിച്ച് കുറപ്പിക്കാനുള്ള കഴിവ് പോലെ ആയിരിക്കും, ബാർഗൈനിങ് സ്കില്ല് പോലെ ആയിരിക്കും. പക്ഷേ കൂടുതൽ നമ്മൾ സംസാരിച്ച് കുറപ്പിച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് അവർ സമയം ദൂരമൊക്കെ മുക്കുകയും ചെയ്യും. അതും കൂടി നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഗുൽമാർഗിൽ ചെയ്തിരിക്കേണ്ട കാര്യങ്ങളും സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാണേണ്ട സ്ഥലങ്ങളൊക്കെ ഈ ഒരു വിന്ററിൽ വരുന്നതാണെങ്കിൽ ഒരു ഡ്രങ്ക് വാട്ടർഫോൾ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യാൻ അടിപൊളിയാണ്. വിന്റർ വണ്ടർലാൻഡ് എന്നാണ് ഈ ഒരു ഗുൽമാർഗ് അറിയപ്പെടുന്നത്. അപ്പൊ ഗുൽമാർഗിൽ എല്ലാ സ്ഥലങ്ങളും മനസ്സിലായി. ഡ്രങ്ക് വാട്ടർഫോൾ, ബുദ്ധ പത്രി, പിന്നെ അതുപോലെ തന്നെ ബാബ റസി എന്ന് പറയുന്ന സ്ഥലം വരുന്നുണ്ട് കേട്ടോ. ഒരു ദർഗയാണ്. അതും വേണമെന്നുണ്ടെങ്കിൽ പോയി കാണണം എന്നുള്ളവർക്ക് കാണാം. ഗുൽമാർഗ് എന്ന് പറയുന്നത് എല്ലാവരും ഈ ഒരു കേബിൾ കാർ മാത്രമേ ചെയ്യൂ. ഒരു സൈറ്റ് സീൻ ഒന്നും എടുക്കൂല. കൂടുതൽ എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളവർക്ക് ഈ ഒരു സൈറ്റ് സീൻ ഉൾപ്പെടെ എടുക്കാം. ഗുൽമാർഗിന്റെ ഉള്ളിൽ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാനുണ്ട്. അതൊക്കെ ഈ ഒരു ഇങ്ങനെ എടുക്കുന്നതിലേക്കൂടി നമുക്ക് പോയി കാണാൻ പറ്റും. അടുത്തതായിട്ട് വരുന്നതാണ് നമ്മുടെ അടിപൊളി കാശ്മീരിൽ വിന്ററിൽ ഏറ്റവും കൂടുതൽ തണുപ്പൊക്കെയുള്ള സ്ഥലം സോനാമാർഗ്. അതായത് സ്വർണത്തിന്റെ മല എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന സ്ഥലമാണ് സോനാമാർഗ്. അവർ സോനാമാർഗ് പോയിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുള്ളത് നമുക്ക് നോക്കാം. സോനാമാർഗിൽ മെയിൻ ആയിട്ട് ഉള്ളത് തജ്വാസ് ഗ്ലേസിയർ. സോനാമാർഗിലുള്ള മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻ ആണ് തജ്വാസ് ഗ്ലേസിയർ. അതായത് സോനാമാർഗ് എത്തിയതിനു ശേഷം മലകളുടെ പുറകു വശത്ത് കുതിര എടുത്തിട്ട് പോയിട്ട് കാണേണ്ട ഒരു സ്ഥലമാണ്. 4 ഭാഗത്തും മലകളൊക്കെ ആയിട്ട് ഒരു അടിപൊളി സ്ഥലമാണ് തജ്വാസ് ഗ്ലേസിയർ. അവിടത്തേക്ക് പോണി റൈഡ് മാത്രമേ പോവുകയുള്ളൂ. പോണി റൈഡ് ആണെങ്കിൽ സ്റ്റാർട്ടിങ് എങ്ങനെ 1000-1500. അതായത് ഇപ്പോൾ ഡിമാൻഡിനനുസരിച്ചും സീസൺ അനുസരിച്ചിട്ടും റേറ്റ് മാറും. ചിലപ്പോൾ 2000 കൊടുക്കേണ്ടി വരും, 2500 അനുസരിച്ചിരിക്കും. അത് നമ്മൾ ഡിമാൻഡിനനുസരിച്ചിട്ട് പക്ഷേ നമുക്ക് സംസാരിച്ചിട്ട് കുറക്കാൻ പറ്റും. അതിലും കുറച്ചിട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. തജ്വാസ് ഗ്ലേസിയർ. അപ്പൊ ആ ഒരു സ്ഥലം മനസ്സിലാക്കി. രണ്ടാമത് വരുന്നതാണ് 0 പോയിന്റ്. നമ്മൾ മറ്റേ ജൂൺ, ജൂലൈ, ആഗസ്റ്റിലൊക്കെ പോകുമ്പോൾ ഈ ഒരു സംഭവം തുറക്കാം. 0 പോയിന്റ് എന്ന് പറയുന്നത് മെയ് അവസാനം സീസൺ അനുസരിച്ചിട്ട്. സോസില്ല പാസ് എന്ന് പറയുന്ന വേൾഡ് ഡേഞ്ചറസ് ആയിട്ടുള്ള റോഡ്, സൈഡിൽ കൈവരിയൊന്നും ഇല്ലാത്ത അത്രയും ഭയാനകരമായിട്ടുള്ള യാത്രയായിരിക്കും. അതായത് ചെയ്യുന്നുണ്ടെങ്കിൽ 0 പോയിന്റ് പോവാം. 0 പോയിന്റിൽ ജൂൺ, ജൂലൈ, ആഗസ്റ്റിലൊക്കെ അവിടെ മഞ്ഞുണ്ടാവും. അത് കാണാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ 0 പോയിന്റിലേക്ക് പോകുന്നത്. അതിന് നമ്മൾ ടൂറിസ്റ്റ് വണ്ടി അവിടെ നിന്ന് അലൗഡ് ചെയ്യില്ല. ടൂറിസ്റ്റ് വണ്ടി സോനാമാർഗ് വരെ പോകും. ബാക്കി സോനാമാർഗിലുള്ള ആക്ടിവിറ്റീസ് എന്ന് പറയുന്നതാണ് ഈ ഒരു തജ്വാസ് ഗ്ലേസിയറിലേക്ക് പോകുന്നതും ഈ ഒരു 0 പോയിന്റിലേക്ക് പോകുന്നത്. 0 പോയിന്റിലേക്ക് പോകുന്നത് സോസില്ല വഴിയാണ് പോകുന്നത്. ഇനി സോസില്ല പോവാണ്ട് നമ്മൾ വിന്ററിലൊക്കെ പോകുന്നതാണെങ്കിൽ ഈ 0 പോയിന്റ് പോലെ ബാക്കിയുള്ള ഈ ഒരു കാശ്മീരി ലാസ്റ്റ് വില്ലേജ്, ബാൾട്ടൽ, ഫിഷിംഗ് പോയിന്റ്, ഗ്ലേസിയർ പോയിന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അമർനാഥ് യാത്ര ബേസ് ക്യാമ്പ് ഒക്കെ കാണിച്ചു തരും. അതിനും വേറൊരു ചാർജ് ഉണ്ട്. 2500 മുതൽ 4000 വരെയൊക്കെയാണ് വരുന്നത്. 2500 കുറഞ്ഞ റേറ്റ് ആണ്. വണ്ടിയുടെ റിക്വയർമെന്റും വണ്ടി എന്താ പറയാ അവിടെ നിന്ന് കിട്ടുന്നത് പോലെ ആൾക്കാർ റേറ്റ് കൂടുതൽ പറയും. പക്ഷെങ്കിൽ അതും നമുക്ക് സംസാരിച്ചിട്ടെടുക്കും. ഒരു വണ്ടിയിലെ റേറ്റ് ആണ് പറയുന്നത്. ഒരു വണ്ടിയിൽ അറിയാലോ, നിങ്ങൾ 5-8 ആള് പോകുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ഏകദേശം 600, 700, 750 രൂപയെ പോകും. ബാക്കി നിങ്ങൾ സംസാരിച്ച് കുറപ്പിക്കുന്നത് പോലെയാണ്. പക്ഷെങ്കിൽ ഈ ഒരു സ്ഥലങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ. കാശ്മീർ പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലങ്ങളൊക്കെ കാണണം എന്നേ ഞാൻ പറയും. കാരണം നമ്മൾ അത്രയും ദൂരത്ത് നിന്ന് വരുന്നതാണ് കാശ്മീർ എക്സ്പ്ലോർ ചെയ്യുക. അപ്പോൾ വന്ന എല്ലാ സ്ഥലങ്ങളും കാണാം. മാക്സിമം ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തിട്ട് ടൂർ അടിപൊളിയാക്കാം. അപ്പോൾ വിന്ററിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഈ സോനാമർഗിലും നമ്മുടെ ഗുൽമർഗിലുള്ള പോലെ തന്നെ സ്കീയിങ്ങും സ്കേറ്റിങ്ങും സ്ലെഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതും ചെയ്യാൻ പറ്റുന്നതായിരിക്കും. റേറ്റ് നേരത്തെ പറഞ്ഞ ആ ഒരു രീതിയിൽ തന്നെയാണ് റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ നമ്മൾ നോക്കേണ്ടതാണ് കാശ്മീരിലുള്ള അടിപൊളി താഴ്വാരം വാലീസ് ഒക്കെ ഉള്ള പെഹൽഗാം. പെഹൽഗാമിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. പെഹൽഗാമിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് കിട്ടുന്നതാണ് നമുക്ക് സാഫ്രോൺ. അപ്പൊ കാശ്മീരിൽ നമുക്കറിയാം ഒരുപാട് രീതിയിൽ സാഫ്രോൺ ഒക്കെ പറ്റിക്കപ്പെടുന്നുണ്ട്, കബളിപ്പിക്കപ്പെടുന്നുണ്ട്. ചെറിയ റേറ്റിനൊക്കെ നല്ല ഒറിജിനൽ സാധനമൊക്കെ ആണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് നിങ്ങൾ നോക്കേണ്ടത്
സാഫ്രോണിന്റെ സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് പാമ്പോർ. അത് ഈ ഒരു പെഹൽഗാമിൽ പോകുന്ന വഴിയിലാണ് കിട്ടുക. അവിടെ നിന്നാണ് കൂടുതൽ നല്ല സാധനം കിട്ടുന്നത്. സൈഡിൽ തന്നെ സാഫ്രോൺ ഫീൽഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു സാഫ്രോൺ ഫീൽഡ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഒക്ടോബർ നവംബർ മാസമൊക്കെ വരുന്നുണ്ടെങ്കിലും നവംബർ അവസാനമൊക്കെ ആ ഒരു വിളവെടുപ്പും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ സാഫ്രോൺ അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ആപ്പിൾ ഗാർഡൻ. ആപ്പിൾ ഗാർഡനിൽ പോയി കഴിഞ്ഞാൽ ആഗസ്റ്റ് നവംബർ മാസം വരെ നല്ല അടിപൊളി മരത്തിൽ ആപ്പിളൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ മരത്തുമ്പോൾ ആപ്പിളൊക്കെ പറിച്ച് കഴിക്കാനൊക്കെ പറ്റും. അവർ ആപ്പിൾ ഗാർഡൻ അതുപോലെ തന്നെ അവിടുന്ന് ആപ്പിളിന്റെ അച്ചാറും അതുപോലെ തന്നെ ജാമും ഒരുപാട് ആപ്പിളിന്റെ ഐറ്റംസ് അവിടെ നിന്ന് കിട്ടും. ആപ്പിളിന്റെ പ്രൊഡക്ട്സ് അപ്പൊ അതും വാങ്ങിക്കാൻ പറ്റും. പിന്നെ ബാറ്റ് ഫാക്ടറി കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പെഹൽഗാമിൽ എത്തിയതിനു ശേഷം വരുന്ന ചാർജസ്. ബൈസരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കശ്മീരിലുള്ള നല്ല ഒരുപാട് മറ്റേ ബജ്രംഗി ബൈജ എന്ന് പറയുന്ന ഫിലിം ഷൂട്ട് ചെയ്തതും ഒരുപാട് ചലച്ചിത്രങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണ്. അവിടത്തേക്ക് മലന്റെ മുകളിലാണ് ഈ ഒരു ബൈസര എന്ന് പറയുന്ന സ്ഥലം ഉള്ളത്. അവിടത്തേക്ക് ഹോഴ്സ് മാത്രമേ പോവുകയുള്ളൂ. കുതിരയിൽ കയറിയിട്ട് വേണം സഞ്ചരിക്കുക. അപ്പ് ആൻഡ് ഡൗൺ ഏകദേശം 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ എടുക്കാറുണ്ട് ഈ ഒരു ബൈസറ എന്ന് പറയുന്ന സ്ഥലത്ത്. ബൈസറന് പോകുന്ന സ്ഥലത്ത് തന്നെ ഒരുപാട് വേറെയും സ്ഥലങ്ങൾ കാണാനുണ്ട്. അതായത് കനിമുൾ വാലി, കാശ്മീർ വാലി, വാട്ടർഫോള്, ഡാബിയൻ വാലി എന്ന് പറഞ്ഞ ഒരുപാട് സ്ഥലങ്ങൾ പോകുന്ന വഴിയിലൊക്കെ കാണിച്ചു തരും. അതിനൊക്കെ കൂടിയിട്ട് അവിടെ ഫിക്സഡ് റേറ്റ്, അതായത് റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ബോർഡിൽ, ഗവൺമെന്റ് ബോർഡിൽ. ഏകദേശം 2500 3500 റുപ്യ അങ്ങനെ പല റേറ്റും നിങ്ങൾക്ക് കാണിച്ചു തരും. ഓരോ സ്ഥലങ്ങളിൽ ഇന്ന റേറ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് ഓരോ സ്ഥലങ്ങളിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അവിടെ ഓരോ ഏജന്റുമാരുണ്ട്. അവിടെ എത്തിയതിനു ശേഷം ഏജന്റുമാർ വന്ന് നിങ്ങളെ ക്യാൻവാസ് ചെയ്യും. ഇന്ന സ്ഥലങ്ങളിൽ കൊണ്ടുപോകാൻ ഇത്ര റേറ്റ് വേണ്ടി വരും. അപ്പൊ നിങ്ങൾ നോക്കാം നിങ്ങൾക്ക് ഏത് സ്ഥലത്തേക്കാണ് പോകേണ്ടത്. അവർ ബോർഡിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് അതും സംസാരിച്ചിട്ട് കുറപ്പിക്കാവുന്നതാണ്. അതായത് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എത്തിക്കപ്പെടുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഏറ്റവും ചെറിയ കുറഞ്ഞ റേറ്റിനൊക്കെ പോയ ആൾക്കാരുണ്ടാവും. 500 റുപ്യക്കൊക്കെ നമ്മൾ പോയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. 700 റുപ്യക്കൊക്കെ പോയിട്ടുണ്ടാവും. ഓരോരാളെ സംസാരിച്ച് കിട്ടുന്നത് പോലെ ഓരോ സമയം പോലെയാണ്. എല്ലാവർക്കും ഒരു റേറ്റിന് കിട്ടണമെന്നില്ല. നിങ്ങൾ ആ ഒരു സംസാരമൊക്കെ കേട്ട് യൂട്യൂബിലൊക്കെ ഒരു വീഡിയോ ഒക്കെ കണ്ടു പോയി ആ ഒരു റേറ്റിന് നിങ്ങൾക്ക് കുതിര വേണമെന്ന് പറഞ്ഞാൽ അവർ തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഫുള്ള് ആ ഒരു യാത്രയും നഷ്ടപ്പെടും. ആ ഒരു എക്സ്പീരിയൻസും അഡ്വഞ്ചർ ആക്ടിവിറ്റിയാണ് കാശ്മീരിലെ ആ ഒരു ഹോഴ്സ് റൈഡ്. അതൊക്കെ നഷ്ടപ്പെട്ട് ടൂർ ഫുള്ള് കൊളാവും. കാശ്മീരിൽ പോയി കഴിഞ്ഞാൽ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു ഹോഴ്സ് റൈഡ് തന്നെയാണ് ഈ ഒരു ബൈസ്റനിലേക്കുള്ള കുതിരയാത്ര. അപ്പൊ നിങ്ങൾ നോക്കുക, അവിടെ പോവുക. അവിടെ പോയതിനു ശേഷം ഏജന്റുമാർ വന്നു കഴിഞ്ഞാൽ സംസാരിക്കുക. നിങ്ങൾക്ക് നിങ്ങളെ കയ്യിൽ എത്രയാണോ ബഡ്ജറ്റ്, നിങ്ങൾ എത്രക്കാണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവർ ബഡ്ജറ്റ് അവരോട് പറയുക. അവർ ബഡ്ജറ്റ് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് അവർ സ്ഥലം കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കും. നമ്മൾ നല്ലോണം അടി കഴിഞ്ഞിട്ട് നിങ്ങൾ ചെറിയ പൈസക്കൊക്കെ ഈ നേരത്തെ പറഞ്ഞ ഒരു റേറ്റിനൊക്കെ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ അവർ ചില സമയത്ത് അതിനനുസരിച്ചുള്ള ദൂരം ചിലപ്പോൾ ഫുള്ളായിട്ട് കൊണ്ടുപോകില്ല. ബൈസൺ എന്ന് പറയുന്ന അവർ ഗ്രൗണ്ടിൽ നിന്ന് ഇറക്കി തന്നേന്ന് വരില്ല. കൊടുക്കുന്ന റേറ്റിനനുസരിച്ചിട്ട് സമയവും ദൂരവും അവർ കുറക്കുന്നതാണ്. നല്ല സീസണൊക്കെ പോകുന്നതാണെങ്കിൽ അത് മെയിനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വീഡിയോയിൽ കമന്റ് ചെയ്യുക. അപ്പൊ ഇത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരുന്നതിനാൽ നമുക്ക് നമ്മളെ ബഡ്ജറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇപ്പൊ ഇതിൽ നിന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ഒരു ആക്ടിവിറ്റീസിന്റെ ചാർജും കാര്യങ്ങളും കാണേണ്ട സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ വരുന്ന ടീമിന് ഒരു എന്താ പറയാ ബുക്കും പെന്നും എടുത്തിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഏതൊക്കെ ആക്ടിവിറ്റീസ് ആണ് ചെയ്യേണ്ടത്, ആ ഒരു ആക്ടിവിറ്റീസിന് വരുന്ന ചാർജും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ എഴുതുക. നിങ്ങൾ ഉച്ചക്കത്തെ ഫുഡിന്റെയും കാര്യങ്ങളൊക്കെ ചാർജും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് എത്രയാണ് നിങ്ങൾക്ക് ബഡ്ജറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നാട്ടിൽ നിന്ന് വരുമ്പോൾ എടുക്കേണ്ടതെന്ന് നിങ്ങൾക്ക് കണക്ക് കൂട്ടാനും പറ്റും. അപ്പൊ ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായിട്ടുള്ള ഒരു 1500 2000 കൊടുക്കുന്നതിലൊന്നും നഷ്ടമില്ല. ഏകദേശം നമ്മൾ ഊട്ടിയിലെല്ലാം പോകുന്നുണ്ടെങ്കിൽ അറിയാം നിങ്ങൾക്ക് ഏകദേശം ഒരു 15 മിനിറ്റുള്ള ട്രാവലിങ്ങിനൊക്കെ 500 രൂപ ഫിക്സ്ഡ് ആണ്. അതുപോലെ തന്നെ കുറച്ചങ്ങോട്ട് പോയി 700 രൂപ. നമ്മുടെ നാട്ടിൽ തന്നെ ഇത് നല്ല മലയൊക്കെ കയറിയിട്ട് നല്ല അടിപൊളി അഡ്വഞ്ചർ ആക്ടിവിറ്റി ആണ്. ചെയ്യുന്നുണ്ടെങ്കിൽ 1500 2000 അവിടെ പല റേറ്റ് ആണ്. അതൊക്കെ നമ്മൾ സംസാരിച്ചിട്ട് എടുക്കേണ്ടതാണ്. അപ്പൊ അതിന് ശേഷം വരുന്നതാണ് ആറുവാലി, ബേത്താവാലി, ചന്ദൻ വാലി. ആ 3 അടിപൊളി വാലീസും നമുക്ക് അവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇതിന് ഫിക്സ്ഡ് റേറ്റ് ആയിരിക്കും. ആറുവാലി, ബേത്താവാലി, ചന്ദൻ വാലി യൂണിയൻ ബോർഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്ന വണ്ടിയിൽ പോകാൻ ഇന്ന റേറ്റ്, ഇന്ന സ്ഥലത്തിന് ഇത്ര റേറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ബോർഡും കാര്യങ്ങളും ഉണ്ടാവും. അതായത് ടൂറിസ്റ്റ് ടാക്സി സ്റ്റാൻഡിന്റെ അവിടെ തന്നെ, ഈ യൂണിയൻ ടാക്സി സ്റ്റാൻഡിന്റെ അവിടെ തന്നെ അവിടെ പോവുക. നിങ്ങൾക്ക് ഏത് വണ്ടിയാണോ വേണ്ടത്, എത്ര ആളുണ്ട്, അതിനനുസരിച്ചുള്ള വണ്ടിയും കാര്യങ്ങളും സ്ഥലങ്ങളും ചൂസ് ചെയ്യുക നിങ്ങളെ സമയമൊക്കെ ഉള്ളതുപോലെ. അപ്പൊ അതും നിങ്ങൾക്ക്, അപ്പൊ ആ ഒരു കാര്യം കൂടി നിങ്ങൾ പെഹൽഗാമിന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഏകദേശമായി ഇതുപോലെ തന്നെയാണ് ബാക്കിയുള്ള സ്ഥലങ്ങളിലും വരുന്നത്. വേറെ ഒരുപാട് ടൂറിസ്റ്റ് സ്ഥലങ്ങൾ വരുന്നുണ്ട്. അഹർബൽ വരുന്നുണ്ട്, സിൻഡൻ ടോപ്പ് വരുന്നുണ്ട്, ഗുറേസ് വാലി വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതിന്റെയൊക്കെ വേറെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ എന്റെ ചാനലിൽ ചെക്ക് ചെയ്താൽ മതി. അപ്പൊ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അതായത് വേറൊരു കാര്യം പറയാൻ വിട്ടുപോയത്, ശ്രീനഗറിൽ പാരാഗ്ലൈഡിങ് വരുന്നുണ്ട് അസ്താൻ മാർഗ് എന്ന് പറയുന്ന സ്ഥലത്ത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പെഹൽഗാമിൽ ലാസ്റ്റ് വരുന്നുണ്ട് മറ്റേ റിവർ റാഫ്റ്റിംഗും വരുന്നുണ്ട്, പാരാഗ്ലൈഡിങ് സമ്മറിൽ മാത്രമേ ഉണ്ടാവും.
അതും പാരാഗ്ലൈഡിങ് ആരുവാലി എന്ന് പറയുന്ന സ്ഥലത്ത് മാത്രമാണ് ഉണ്ടാവുക, അതും സമ്മറിൽ മാത്രം. പിന്നെ റിവർ റാഫ്റ്റിംഗ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് ഉണ്ടാവുക. അതിന് ഗവൺമെന്റ് ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പെർ ഹെഡ് 800 രൂപ മുതലായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് ഈ ഒരു വീഡിയോയുടെ ആദ്യം പറഞ്ഞതുപോലെ കുറച്ച് ഗോൾഡൻ ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് പറയാൻ പോകുന്നത്. അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓരോ സ്ഥലങ്ങളിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് വരുന്നുണ്ട്, അതിന് എത്രയൊക്കെ ചാർജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ നിങ്ങൾ വരാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോ സ്ഥലങ്ങളിൽ എത്തിക്കാൻ ഏതൊക്കെ സ്ഥലങ്ങൾ കാണണം, ഏതൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യണം, ആ ഒരു ആക്ടിവിറ്റീസിനൊക്കെ മിനിമം എത്രയാണ് ചാർജ് വരുന്നത്, അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർ ആ ഒരു ബഡ്ജറ്റ് കയ്യിൽ കരുതിയിട്ട് വരിക. രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കശ്മീരിൽ നല്ലൊരു അടിപൊളി പാക്കേജ് നോക്കി ചൂസ് ചെയ്യാന്നുള്ളതാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഹോട്ടൽ ബുക്കിംഗ് ആയിക്കോട്ടെ, ക്യാബ് ബുക്കിംഗ് ആയിക്കോട്ടെ, നമ്മൊന്നും അറിയാണ്ട് ചെയ്യുന്നതാണെങ്കിൽ ഒരു പറയുന്ന റേറ്റ് ആയിരിക്കും. പിന്നെ പോകുന്നതിന്റെ ഇടയ്ക്ക് ടോൾ, പാർക്കിംഗ്, വേറെ പെട്രോൾ, ഫ്യൂവൽ, വേറെ ചാർജ്, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കറിയാത്ത കുറെ ഇടൻ ചാർജസുകളൊക്കെ പറഞ്ഞിട്ട് കബളിപ്പിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിലും കൂടുതൽ ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അതുപോലെ തന്നെ ഹോട്ടൽസ് ഒക്കെ പല റേറ്റിനുണ്ട്. ഓൺലൈനിൽ വേറെ റേറ്റ്, പാക്കേജ് എടുക്കുന്നുണ്ടെങ്കിൽ വേറെ റേറ്റ്, അതുപോലെ തന്നെ ഏജന്റുമായിട്ട് ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ വേറെ റേറ്റ്. അതിനെക്കാട്ടി ഏറ്റവും നല്ലത് ഫസ്റ്റ് തന്നെ ഒരു അടിപൊളി പാക്കേജ് ബുക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഒരു കാൽക്കുലേഷൻ നിങ്ങൾക്ക് അതിനുശേഷം നിങ്ങളുടെ ബഡ്ജറ്റിൽ ആഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. മൂന്നാമത്തെ ഗോൾഡൻ ടിപ്സ് എന്ന് പറയുന്നത് ഏതൊരു ആക്ടിവിറ്റീസ് എടുക്കുന്നുണ്ടെങ്കിലും ആദ്യം തന്നെ പോയി ബാർഗെയിൻ ചെയ്യാണ്ട്, റേറ്റ് ഒന്നും പറയാണ്ട് ഒരു സ്ഥലത്ത് പോയി ആ ഒരു ആക്ടിവിറ്റീസിനെ പറ്റി കറക്റ്റ് അവിടുത്തെ ഏജന്റിനോട് ചോദിച്ചു മനസ്സിലാക്കിയതിന് ശേഷം മാത്രം റേറ്റും കാര്യങ്ങളും ടൈമും അതുപോലെ തന്നെ കിലോമീറ്റേഴ്സും കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി അവരുടെ റേറ്റ് പറഞ്ഞതിന് ശേഷം മാത്രം ബാർഗെയിൻ ചെയ്തിട്ട് നിങ്ങൾ വില കുറക്കാവുന്നതാണ് സംസാരിച്ചിട്ട്. പിന്നെ അവസാനത്തെ വേറൊരു ടിപ്പ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെ ആക്ടിവിറ്റീസ് എടുത്തു കഴിഞ്ഞാലും ഫസ്റ്റ് ഒരു കാരണവശാലും പേയ്മെന്റ് കൊടുക്കാൻ പാടില്ല. ആക്ടിവിറ്റീസ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ പേയ്മെന്റ് കൊടുക്കുക. ചെയ്യുന്നതിന് മുമ്പായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് മാത്രം ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഈ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ അറിഞ്ഞ് ഓരോ സ്ഥലങ്ങളിൽ പോയിക്കാൻ എന്തൊക്കെയാണ് എങ്ങനെയല്ലാന്നുള്ളത് ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഡ്രൈവർ നല്ല കോപ്പറേറ്റീവ് ആയിട്ടുള്ള ഡ്രൈവർ ആയിരിക്കണം. മാത്രമല്ല ഹോട്ടലിലത്തെ സ്റ്റേയും നല്ല സർവീസും നല്ല അടിപൊളി ഹോട്ടലും കൂടി ആയിരുന്നതിനാൽ മാത്രമേ നിങ്ങൾ ഈ ഒരു കശ്മീർ യാത്ര അടിപൊളി ആവുകയുള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ബഡ്ജറ്റും കാര്യങ്ങളും നല്ല അടിപൊളി കോപ്പറേറ്റീവ് ഡ്രൈവറും നല്ല ഹോട്ടലും നല്ല സർവീസും കാര്യങ്ങളൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല അടിപൊളിയായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. 4 വർഷത്തോളം നല്ല ഒരുപാട് കസ്റ്റമേഴ്സിന് നല്ല അടിപൊളി സർവീസാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെയാണ്. അതിന് നിങ്ങൾ 8082021045 എന്ന് പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ പാക്കേജ് ഡീറ്റെയിൽസും വേറെ ഇതിനെ സംബന്ധിച്ചിടത്തുള്ള ചെറിയ ഡൗട്ടും കാര്യങ്ങളും, ഇപ്പോൾ ചിലപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ടാവണമെന്നില്ല. നിങ്ങൾക്ക് ഇതിലും കൂടുതൽ ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു നൊമാഡിക് ട്രാവലർ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ട് അതിൽ മെസ്സേജ് അയക്കാം. എല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു ഗോൾഡൻ ടിപ്സ് എന്ന് പറയുന്നത് ഈ ഒരു കാര്യങ്ങളാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ കൂടുതൽ ബഡ്ജറ്റും കാര്യങ്ങളും കുറവാന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഈ പറഞ്ഞ ആക്ടിവിറ്റീസിനുള്ള ക്യാഷ് ഇല്ലാന്നുണ്ടെങ്കിൽ വേറൊരു ടിപ്പ് പറഞ്ഞുതരാം. ഏത് സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിലും അവിടെ അത്യാവശ്യം രീതിയിൽ നാച്ചുറൽ വാക്കിങ്ങും ട്രക്കിങ്ങും ഹൈക്കിംഗ് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് മഞ്ഞിൽ കളിച്ചിട്ടും അവിടുത്തെ എന്താ പറയാ മൗണ്ടെയിൻസിന്റെയും അതുപോലെ തന്നെ നല്ല പൈൻ ഫോറസ്റ്റിന്റെയും മലകളുടെ ഒക്കെ പൂക്കളുടെ ഒക്കെ താഴ്വാരത്തിന്റെ ഒക്കെ ഫോട്ടോസും വീഡിയോസും എടുത്ത് അതിലെ കൂടി നടന്നും എൻജോയ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുത്തിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനും പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ഇനി നിങ്ങളുടെ കൈമിൽ ബഡ്ജറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഓരോ ആക്ടിവിറ്റീസ് ചെയ്ത് ആ ഒരു ടൂർ മനോഹരമാക്കാവുന്നതാണ്. എന്നെ നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് ആക്കാൻ മറക്കണ്ട. അപ്പൊ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. കമന്റിൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുപോലുള്ള അടുത്ത മനോഹരമായ വീഡിയോസിൽ കാണുന്നത് വരേക്കും ഗുഡ് ബൈ.